ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എന്താ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? എന്താണ്? ആറാമത്തെ പാഠത്തിൽ 5-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമായിരുന്നു അല്ലേ? കൊല്ലരുത് എന്ന പ്രമാണത്തിൽ നമ്മൾ ജീവനെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നും കൊലപാതകം വലിയ പാപമാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പഠിക്കാൻ പോവാണിപ്പോൾ. അപ്പോൾ നമുക്ക് അതിനു മുൻപ് പ്രാർത്ഥിക്കണ്ടേ? പതിവ് പോലെ എല്ലാവരും എഴുന്നേറ്റ് കൈകുപ്പി കണ്ണടച്ച് നിൽക്കണം കേട്ടോ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ദാനമായി ഞങ്ങൾക്കായി അങ്ങ് നൽകിയതിന് വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ജീവൻ്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു. ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്? എന്താ പഠിച്ചത്? കൊല്ലരുത് എന്ന പ്രമാണത്തെക്കുറിച്ച് അല്ലേ? കൊല്ലരുത് എന്ന പ്രമാണത്തിൽ കൊലപാതകം ചെയ്യരുത് എന്ന് മാത്രമാണോ അർത്ഥം വരുന്നത്? അങ്ങനെയാണോ നമ്മൾ പഠിച്ചേ? പറഞ്ഞേ, ആണോ? അല്ലല്ലേ. കൊലപാതകം ചെയ്യരുത് എന്ന് മാത്രമല്ല, പിന്നെന്താ? ജീവനെ ആദരിക്കണം, ജീവനെ ബഹുമാനിക്കണം, മറ്റുള്ളവരുടെ ജീവനെയും നമ്മളുടെ ജീവനെ പോലെ തന്നെ കണക്കാക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതെ. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് മനുഷ്യജീവനെതിരായുള്ള തിന്മകൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? തിന്മകൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? ചെറുതായിട്ട് ഓർക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. എന്തൊക്കെയാണ്? കൊലപാതകം, ആത്മഹത്യ, ഭ്രൂണഹത്യ, ദയാവധം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഭീകരപ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനുഷ്യജീവനെതിരായുള്ള തിന്മകളാണ്. ഇത് ഓരോന്നിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ് ഇപ്പം. ആദ്യം നമുക്ക് പഠിക്കാം കൊലപാതകം. എന്താ കൊലപാതകം എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ആരും കൊലപാതകം കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാം അല്ലേ? അതായത് ശരിയായ അറിവോടുകൂടി, വിദ്വേഷത്തോടുകൂടി, അതായത് പ്രത്യേകമായി അതിനുവേണ്ടി തീരുമാനിച്ചുറപ്പിച്ച് ബോധപൂർവം ചെയ്യുന്ന മനുഷ്യവധം, അതാണ് കൊലപാതകം എന്ന് പറയുന്നത്. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനെതിരായുള്ള തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? എന്താ കാരണം? ജീവൻ നൽകിയത് ആരാണ്? ദൈവമാണല്ലേ? അപ്പോൾ മറ്റൊരാൾക്ക്, വേറൊരാളെ കൊല്ലുമ്പോൾ അയാളുടെ ജീവിതം അയാൾക്ക് കൊടുത്തത്, അയാൾക്ക് ദാനമായി നൽകിയത് ആരാണ്? ദൈവമാണ്. അത് തിരിച്ചെടുക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന് പറയുന്നത് ജീവദാതാവായ ദൈവത്തോടുള്ള ഒരു എതിർപ്പ്, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യം. പൂർണ്ണമായി ദൈവത്തിൻ്റെ മഹത്വത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വാക്കുകളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെയൊക്കെ ചെയ്യുന്നത്, അത് തന്നെയാണ് കൊലപാതകം എന്ന് പറയുന്നത് അല്ലേ? രണ്ടാമത്തേത് ആത്മഹത്യ. എന്താ ആത്മഹത്യ? എന്താണ്? സ്വയം ബോധ്യത്തോടുകൂടി, സ്വന്തം ഉദ്ദേശത്തോടുകൂടി, സ്വന്തം തീരുമാനിച്ചുറപ്പിച്ച് സ്വന്തം ബോധ്യത്തോടുകൂടി, അല്ലെങ്കിൽ സ്വന്തം അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ചെയ്യുന്ന സ്വന്തം ജീവനെ നശിപ്പിക്കൽ, അതാണെന്ത്? ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നതും വലിയ പാപമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ജീവൻ ദൈവം നൽകിയത്, നമ്മളെ അതിൻ്റെ കാര്യസ്ഥരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ? ജീവൻ്റെ കാര്യസ്ഥർ മാത്രമാണ് നമ്മൾ, ഉടമസ്ഥരല്ല. അപ്പോൾ നമ്മൾ ജീവൻ്റെ കാര്യസ്ഥരാകുമ്പോൾ അത് നോക്കി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് നൽകിയത്, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മഹത്യയും മനുഷ്യജീവനെതിരായുള്ള തിന്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ദയാവധം. ദയാവധം എന്നൊരു പേര് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ? അതായത് ഒരു വ്യക്തി തിരിച്ചൊരിക്കലും ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പായാൽ, അതൊരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ജന്മനാ ഉള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ മൂലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പായാൽ നിയമം അനുവദിക്കുന്ന പക്ഷം അവരെ കൃത്രിമമായിട്ട് മരിക്കാൻ അനുവദിക്കുക, അതായത് കൃത്രിമമായിട്ട് കൊല്ലുക, അതാണ് ദയാവധം എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിൽ ദയാവധം നടത്താം. ഒന്ന്, ആ വ്യക്തി, വേദന അനുഭവിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്നതിലൂടെയും, രണ്ടാമത് അവരെ നോക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്നതിലൂടെയും. ദയാവധം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? എനിക്ക് മരിക്കണം, അല്ലെങ്കിൽ എന്നെ കൊന്നേക്കൂ എന്നൊരു വ്യക്തി ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? ആ വേദനകൾ ശരീരത്തിൽ സഹിച്ചു മടുത്ത്, അല്ലെങ്കിൽ ശരീരത്തിൽ കിടന്നു മടുത്ത്, അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മടുത്തിട്ടായിരിക്കും അല്ലേ? അങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ എന്നെ ഒന്ന് കൊന്നേക്ക്, എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് കാരുണ്യവധം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്, ദയാവധം. പിന്നെ രണ്ടാമത് അവരെ നോക്കുന്നവർ ആവശ്യപ്പെടുന്നത്, ഇത് കോമ സ്റ്റേജിലൊക്കെ ബോധരഹിതമായിട്ടൊക്കെ ആയിരിക്കുന്ന ആളുകൾ, അവരെ നോക്കി ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ അവർക്കത് നോക്കാനുള്ള, അവരെ സംരക്ഷിക്കാനുള്ള സാഹചര്യം അവരെ നോക്കുന്നവർക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അവരെ നോക്കുന്നവർ, അവരെ പരിചരിക്കുന്നവർ ആവശ്യപ്പെട്ടാൽ അതും അങ്ങനെയും ദയാവധം നടത്താറുണ്ട്. പക്ഷെ സഭ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്തായിരിക്കും കാരണം?
നമ്മുടെ ദൈവമാണ് നമ്മുടെ ജീവൻ നൽകിയത്, ആ വ്യക്തിക്ക് ജീവൻ നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് അത് ഇല്ലെന്നാക്കാൻ, അല്ലെങ്കിൽ അവരോടുള്ള കാരുണ്യപൂർവ്വമാണ് എങ്കിൽ കൂടി എങ്കിലും അത് ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവം എന്താ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നേ? എന്താ ആഗ്രഹിക്കുന്നേ? നമ്മുടെ ശരീരത്തിൽ ഒരു വേദന ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വേദന ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ചേർത്ത് വെക്കണം. ഈശോ സഹിച്ച വേദനകളുമായി ചേർത്ത് നമ്മുടെ വേദനകളെ വെച്ച് ആ സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്നാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അല്ലാതെ ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്ക്, എന്നെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയാനല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ദയാവധം മനുഷ്യജീവനെതിരായുള്ള വലിയ തിന്മയാണ്. അടുത്തത് ഭ്രൂണഹത്യ. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എന്താണ്? അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ, അതായത് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെന്ന് പറഞ്ഞാൽ. അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അതിൻ്റെ അമ്മയെ മാത്രം ആശ്രയിച്ച്, ദൈവം സൃഷ്ടിച്ചതാണ് അതിനെ, അല്ലേ? അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ് ആ കുഞ്ഞിനെ നിക്ഷേപിച്ചത്. അപ്പോൾ അമ്മയെ മാത്രം ആശ്രയിച്ച് അത് വളരുവാണ്. അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു മനുഷ്യജീവനെതിരായുള്ള തിന്മകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിന്മകളിലേക്കും വെച്ച് ഏറ്റവും നീചവും മനുഷ്യത്വരഹിതവുമായ തിന്മയാണ് ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. എന്താണ്? അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട, എന്നെ കൊല്ലരുത് എന്ന് പറയാനോ ഒന്ന് ഓടിപ്പോകാനോ അവർക്ക് സാധിക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞ്, ഇതാണ് വീഡിയോ, നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾ വീഡിയോ കണ്ടു, അല്ലേ? അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നത്. അതായത് പലതരത്തിൽ ഭ്രൂണഹത്യ നടത്തപ്പെടുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ചിലർ പെൺകുഞ്ഞായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇനി പെൺകുഞ്ഞിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതികളുണ്ട്. അതുമാത്രമല്ല, എന്തെങ്കിലും ഡോക്ടേഴ്സ് സ്കാനിങ്ങിലൂടെ മറ്റും കണ്ടെത്തി കുഞ്ഞിന് ചില വൈകല്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിച്ചാൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ശരിയായ കാര്യമാണോ? ആണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നേ? ആണോ? അല്ലല്ലേ. എന്താ കാരണം? ദൈവം നിക്ഷേപിച്ചത് അവൻ അല്ലെങ്കിൽ അവൾ, ആ കുഞ്ഞ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ അവൻ മുന്നോട്ട് ഓരോ ദിവസങ്ങളും അവൻ ജനിച്ചു കഴിഞ്ഞായിരിക്കണമെന്ന് അവനെ സൃഷ്ടിച്ച അവൻ്റെ ദൈവത്തിനറിയാം, അവളെ സൃഷ്ടിച്ച അവളുടെ ദൈവത്തിനറിയാം, അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സിനോ മറ്റാർക്കോ മാതാപിതാക്കൾക്കോ തീരുമാനിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല. ദൈവം സൃഷ്ടിച്ച ജീവൻ തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഭ്രൂണഹത്യ മനുഷ്യജീവനെതിരായുള്ള തിന്മകളിൽ പ്രധാനപ്പെട്ടത് തന്നെ. അടുത്തത് ഭീകരപ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അല്ലേ? എന്താണ് ഭീകരപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ചിലപ്പോൾ ഒരു വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഒരു സംഘടനയായിരിക്കാം, ചിലപ്പോൾ ഒരു കൂട്ടം ആളുകളായിരിക്കാം. എന്തായിരിക്കും? അവർ ചില പ്രത്യേക വിശ്വാസത്തിൻ്റെ പേരിൽ, അല്ലെ ചില പ്രത്യേക തത്വങ്ങളുടെ പേരിൽ ഒക്കെ ഭീകരപ്രവർത്തനങ്ങൾ, അതായത് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷത്തെ ഇല്ലാതാക്കി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി ഒരുപാട് ആളുകൾ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയിരിക്കാം, ചിലപ്പോൾ ആയിരക്കണക്കിന് പേരുകളായിരിക്കാം ഭീകരപ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെടുന്നത്, അല്ലേ? അത് ജീവദാതാവായ ദൈവത്തോടുള്ള വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണ്? ചില വ്യക്തികൾ, ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾ സ്വന്തം ജീവൻ കൂടി അപകടപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. സ്വന്തം ജീവൻ അപകടപ്പെടുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ആയിരക്കണക്കിന് മറ്റുള്ളവരുടെ ജീവനും കൂടി അവരെ അപകടപ്പെടുത്തുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവനെതിരായുള്ള തിന്മകളിൽ പ്രധാനപ്പെട്ടതായിട്ട് അത് മാറുന്നു. അടുത്തത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ട് ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരിക്കുന്നവർ. എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, പാൻപരാഗ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ സിഗരറ്റൊക്കെ വലിക്കുമ്പോഴേ എന്താ പ്രശ്നം? സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രമല്ല, അല്ലേ, ചുറ്റുമുള്ളവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പുക ശ്വസിക്കുന്ന പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, സിഗരറ്റ് വലിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസവസ്തു മനുഷ്യ ശരീരത്തിന് വളരെ ദോഷകരമാണ്. നിക്കോട്ടിൻ എന്ന രാസവസ്തു അതുമാത്രമല്ല, നമ്മുടെ ശ്വാസകോശത്തെ ദോഷകരമായിട്ട് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും, ഓരോ മനുഷ്യജീവനെയും ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ
എല്ലാം പൂർണ്ണമായാണ് സൃഷ്ടിക്കുന്നത് അല്ലേ. നല്ല ശ്വാസകോശങ്ങളും വേറെ കുഴപ്പമില്ലാത്ത എല്ലാം നൽകി സൃഷ്ടിക്കുന്നു. പക്ഷെ അവൻ അവൻ്റെ സ്വന്തം സ്വഭാവ രീതിയിലെ വ്യത്യസ്തത മൂലം, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ഒക്കെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശ്വാസകോശവും ശാരീരിക അവയവങ്ങളും കേടുവരുത്തുമ്പോൾ എന്താ ചെയ്യുന്നേ? സ്വന്തം സാവധാനം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഒറ്റയടിക്ക് ഒന്നും കഴിച്ചോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്തോ ആത്മഹത്യ ചെയ്യുമല്ല, പക്ഷെ സാവധാനമുള്ള ആത്മഹത്യക്ക് തുല്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. കാരണം എന്താണ്? ഒറ്റയടിക്ക് ഒരാൾ മരിക്കുന്നില്ല ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നോർത്ത്. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവൻ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപിക്കുന്ന ഒരാൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെയാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത്? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ പല രീതിയിൽ ബാധിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിപ്രസന്റ് എന്നാണ് ആൽക്കഹോളിനെ അറിയപ്പെടുന്നത്. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ തളർത്തി ഉന്മേഷരാഹിത്യം കൊണ്ടുവരികയാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിന്റെ ദൗത്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു വിഷാദ രോഗത്തിലാണ് എത്തിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനത്തെ തടയുകയാണ് മദ്യത്തിന്റെ പ്രവൃത്തി. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയും ബലഹീനപ്പെടുത്തുക, ഉച്ചാരണശക്തി നഷ്ടപ്പെടുക എന്നിവയാണ് അവയുടെ തെളിവുകൾ. എങ്കിൽ മദ്യപിക്കുന്നതിൻ്റെ ആനന്ദം എന്താണ് എന്ന് ചോദിച്ചാൽ, മദ്യപിക്കുമ്പോൾ ഡൊപാമിൻ എന്ന രാസവസ്തു തലച്ചോറിൽ അധികമായി റിലീസ് ആകുന്നു. ഒരു വ്യക്തിയുടെ മൂഡ് വർദ്ധിപ്പിക്കുന്ന തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥവും വർദ്ധിക്കുന്നു. ബില്യൺ കണക്കിന് ന്യൂറോണിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ പ്രവർത്തനമാണ് തലച്ചോറിൽ നടക്കുന്നത്. ആ ന്യൂറോൺസ് 2 തരത്തിലുണ്ട്. അത് ഇൻഹിബിറ്ററി എന്നും എക്സിറ്റേറ്ററി എന്നും അറിയപ്പെടുന്നു. എക്സിറ്റേറ്ററി ന്യൂറോൺസ് മറ്റുള്ളവയിലേക്ക് വൈദ്യുതി സ്വഭാവമുള്ള സന്ദേശങ്ങൾ കൈമാറുവാൻ ഉത്തേജിപ്പിക്കുന്നു. അതേസമയം ഇൻഹിബിറ്ററി ന്യൂറോൺസ് മറ്റുള്ള നാഡീകോശത്തിന്റെ പ്രതികരണത്തെ നിരോധിക്കുന്നു. ഇൻഹിബിറ്ററി നാഡീകോശത്തിന്റെ ഉത്തേജനമാണ് മദ്യപാനത്തിലൂടെ വർദ്ധിക്കുന്നത്. ഇൻഹിബിറ്ററി എക്സിറ്റേറ്ററി നാഡീകോശത്തിന്റെ ക്രമമായ ബാലൻസിങ്ങിലാണ് തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ മദ്യപാനത്തിലൂടെ ഇൻഹിബിറ്ററി വർദ്ധിക്കുകയും എക്സിറ്റേറ്ററി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഹിബിറ്ററി ലെവൽ വർദ്ധിപ്പിച്ചും എല്ലാം മറന്ന് ജീവിക്കുവാൻ എപ്പോഴും മദ്യത്തിൻ്റെ സഹായം ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ മദ്യപാനിയാകുന്നു. അപ്പോൾ നല്ലൊരു മദ്യപാനി എപ്പോഴൊക്കെ മദ്യപിക്കാതിരിക്കുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സിറ്റേറ്ററി ന്യൂറോൺസ് വർദ്ധിക്കുകയും ഇൻഹിബിറ്ററി വളരെ കുറയുകയും അത് നിമിത്തം വിഷാദരോഗം വർദ്ധിക്കുകയും എന്തിനും അധികം ഫീലിങ്സ് ഉണ്ടാവുകയും അത് പരിഹരിക്കുവാനും മറക്കുവാനും മദ്യപിക്കേണ്ട ആവശ്യം വർദ്ധിക്കുന്നു. അതുമൂലം തലച്ചോറ് ക്രമാതീതമായി നശിക്കുകയും ഡിപ്രഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് അവസാനം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചു കളയുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാനം അവസാനം നന്മയ്ക്കല്ല, അത് തിന്മയിലേക്ക് എത്തിക്കുന്നു. മദ്യപാനത്തിലൂടെ ഒരു മനുഷ്യൻ്റെ നല്ല ആയുസ് നശിക്കുകയാണ്, അത് മെച്ചപ്പെടുകയല്ല. കണ്ടോ നിങ്ങൾ വീഡിയോ? മദ്യപിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഇല്ലേ? അപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ മദ്യപിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നുണ്ട് എന്ന് മദ്യപിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും തിരിച്ചറിയുന്നില്ല അല്ലേ? അതായത് യഥാർത്ഥ പ്രശ്നം എന്തെന്ന്, മദ്യപിക്കുന്നത് കൊണ്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്ത് എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ, തീർച്ചയായും അയാൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മദ്യത്തിൻ്റെ ശീലങ്ങൾ തുടരാൻ സാധ്യതയില്ല. അതുപോലെയാണ് പാൻപരാഗ് എന്ന് പറയുന്ന വസ്തു അല്ലേ? പാൻപരാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായിൽ ക്യാൻസർ ഉണ്ടാവും. പലതരത്തിലും നമ്മൾ കാണുന്നുണ്ട്. വായിൽ ക്യാൻസർ ഉണ്ടാവുന്നവരിൽ ഭൂരിഭാഗം പേരും, അല്ലാത്തവരുമുണ്ട്, എങ്കിലും ഭൂരിഭാഗം പേര് പാൻപരാഗ് പോലെയുള്ള വസ്തുക്കൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാണ്. വായിലുണ്ടാവുന്ന ക്യാൻസറിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പാൻപരാഗ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, സിഗരറ്റ്, മദ്യം, പാൻപരാഗ്, ഇനി മറ്റു മയക്കുമരുന്നുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം സാവധാനമുള്ള ആത്മഹത്യക്ക് തുല്യമാണ്. അതായത് പെട്ടെന്ന് ഒരു ദിവസം മരിക്കുന്നില്ല, സാവധാനം. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ആ വ്യക്തിയുടെ ശരീരത്തിലെ അവയവങ്ങൾ കേടുപിടിച്ച് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് അവൻ മരണമടയുന്നു അല്ലെങ്കിൽ അവൾ മരണമടയുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നൽകിയ ജീവൻ സംരക്ഷിക്കുന്നതിന് പകരം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നമ്മൾ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം എന്താണ്? മനുഷ്യജീവനെതിരായുള്ള തിന്മകളാണ്. എന്തൊക്കെയാണ്? കൊലപാതകം, ആത്മഹത്യ, ദയാവധം, ഭ്രൂണഹത്യ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ ഭീകര പ്രവർത്തനങ്ങൾ, ഇതെല്ലാം.
അപ്പം നമ്മൾ ഈ 5-ാം പ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യജീവനെതിരായുള്ള തിന്മകളെക്കുറിച്ച് മാത്രം, അതായത് കൊലപാതകം, ഭ്രൂണഹത്യ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ചെയ്യരുത് എന്ന് മാത്രമാണോ നമ്മൾ പഠിക്കുന്നേ? ആണോ? അല്ലല്ലോ, അല്ലല്ലേ. അത് ചെയ്യരുത് എന്ന് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. പിന്നെയോ ജീവനെ സംരക്ഷിക്കണമെന്നും ആദരിക്കണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞായിരുന്നു അല്ലേ? ജീവനെ സംരക്ഷിക്കണമെന്നും ജീവനെ ആദരിക്കണമെന്നും ജീവനെ ബഹുമാനിക്കണമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ജീവനെ സംരക്ഷിക്കേണ്ടത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് ആരോഗ്യ സംരക്ഷണം. ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആത്മാവും ശരീരവും ഉണ്ടല്ലേ? ആത്മാവും ശരീരവും ഉള്ളവനല്ലേ മനുഷ്യൻ? ശരീരം മാത്രമേ ഉള്ളൂ മനുഷ്യന്? അല്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ? അല്ല. ആത്മാവും ശരീരവും ഉള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ ഈ ആത്മാവിൻ്റെ സംരക്ഷണം, ആത്മാവിൻ്റെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? കൂദാശകൾ സ്വീകരിച്ച് വിശുദ്ധിയിലായിരുന്നുകൊണ്ട് അല്ലെ, ഈശോയോട് എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് നമ്മളായിരുന്നാൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടതും ഈ പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നതാണ്. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ രീതിയിലുള്ള ആഹാരം, അതായത് കൃത്യമായ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് എത്രമാത്രം ആവശ്യമാണോ അത് കൃത്യമായ അളവിലുള്ള ആഹാരം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? രോഗം വരുമ്പോൾ വൈദ്യസഹായം തേടണം. പിന്നെ ശുചിത്വമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത് ഈ പ്രമാണത്തിനെതിരായ തിന്മയാണ്. അറിയായിരുന്നോ നിങ്ങൾക്ക്? ഇതുവരെ അറിയത്തില്ലായിരിക്കും അല്ലേ? കൊല്ലരുത് എന്ന് പ്രമാണം പറയുമ്പോൾ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രമാണം കഴിഞ്ഞു എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ. പക്ഷേ മനസ്സിലാക്കണം, ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത്, നമ്മളിപ്പോൾ കിട്ടുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും മായമാണല്ലേ? കൂടുതൽ സാധനങ്ങളിലും മായം കലർത്തിയതാണ് നമുക്ക് കിട്ടുന്നത്. ഈ മായം കലർത്തുന്നത് എങ്ങനെയാണ് തിന്മയാവുന്നേ? എങ്ങനെയാ തിന്മയാവുന്നേ? ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാ തിന്മയാവുന്നേ. നമ്മൾ ഭക്ഷ്യവസ്തുവിൽ മായം കലർത്തുന്നു, അത് വേറൊരാൾക്ക് ഭക്ഷിക്കാനായിട്ട് നമ്മൾ നൽകുന്നു. അപ്പോൾ അത് ഭക്ഷിക്കുന്ന ആളുടെ ആരോഗ്യത്തെ അത് ബാധിക്കല്ലേ അല്ലേ? ഭക്ഷണ വസ്തുക്കളിൽ മായം കലർത്തിയത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത് മായമുണ്ട് എന്ന് തിരിച്ചറിയാതെ ആയിരിക്കും ആ കഴിക്കുന്നയാൾ അത് കഴിക്കുന്നത്. പക്ഷേ മായം കലർത്തിയവർ അത് പാപകാരണമായി തീരുന്നു. മായം കലർത്തിയവർക്ക് അത് പാപമായി തീരാൻ കാരണമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത്, ശരിയായ രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാത്തത്, അതായത് രോഗം വരുമ്പോൾ വൈദ്യസഹായം തേടാത്തത്, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ച് ശരിയായ രീതിയിൽ ആരോഗ്യം നിലനിർത്താത്തത്, ഇതെല്ലാം ആരോഗ്യ സംരക്ഷണത്തിനെതിരാണ്. അതെല്ലാം 5-ാം പ്രമാണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അടുത്തത് സമാധാന സംരക്ഷണം. സമാധാന സംരക്ഷണം എന്താണെന്ന് ടീച്ചർ ഇപ്പോൾ ഭീകര പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? സമാധാന സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആക്രമണങ്ങളും മറ്റ് അതിക്രമങ്ങളും ഒന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതാണ്. ഓരോരുത്തരെയും ദൈവം കാത്തു പരിപാലിക്കുന്നതാണ്. അപ്പോൾ എനിക്കുള്ള അതേ അവകാശം എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കുമുണ്ട്. സമാധാനമായി ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ അതുപോലെ തന്നെ സമാധാനമായി ജീവിക്കാൻ എൻ്റെ ചുറ്റുമുള്ളവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്കും അവകാശമുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായിരിക്കണം. നമുക്കറിയാം ഇപ്പോൾ പലതരത്തിലുള്ള യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആ യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ, അതായത് സമാധാനം സംരക്ഷിക്കാൻ, അതായത് സമാധാനപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഒക്കെ കടമയുണ്ട്. അതാണ് സമാധാന സംരക്ഷണം എന്നതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രകൃതി സംരക്ഷണം. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ? പ്രകൃതിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന്. അതായത് നമ്മൾക്ക് അറിയാം, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ അന്തരീക്ഷം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ അല്ലേ? മണ്ണ് മലിനമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ താഴ്ന്ന സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നു. പ്രകൃതിയെ പല തരത്തിലും ചൂഷണം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഓരോ ദിവസങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടത് അല്ലേ? ഓരോ ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ഇപ്പം പ്രകൃതിയോടുള്ള ചൂഷണങ്ങൾ എല്ലാം പ്രമാണ ലംഘനമാണ്. അതായത് ഈ പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടി മാത്രമാണോ? നമ്മൾ തീർന്നു കഴിയുമ്പോൾ പ്രകൃതിയും തീർന്നോട്ടെ, അങ്ങനെയാണോ? അല്ലല്ലോ, അല്ലല്ലേ. പ്രകൃതിയെ ദൈവം നൽകിയിരിക്കുന്നത് വരും തലമുറകൾ കൂടി ഉപയോഗിക്കാനാണ്. നമ്മൾ ജീവിച്ചു കഴിഞ്ഞു, അതോടുകൂടി ഇതും കഴിയട്ടെ എന്നല്ല ചിന്താഗതി നമുക്കുണ്ടായിരിക്കേണ്ടത്. പിന്നെയോ ഇനി വരുന്ന തലമുറകൾക്ക് കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയാണ് ഈ പ്രകൃതി നമുക്കായി ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ നിലനിൽപ്പിനും, അതായത് പരിശുദ്ധമായ രീതിയിൽ, പൂർണ്ണമായി ശുദ്ധമായ രീതിയിൽ അത് നിലനിൽക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അപ്പോൾ സംരക്ഷണം, അതായത് ജീവന്റെ സംരക്ഷണം പ്രധാനമായിട്ട് ഏതൊക്കെ തരത്തിലാണ് വേണ്ടത്? ആരോഗ്യ സംരക്ഷണം,
സമാധാന സംരക്ഷണം, പിന്നെ പ്രകൃതി സംരക്ഷണം, ഇതെല്ലാം. അപ്പോൾ നമ്മളുടെ പാഠം കഴിയുകയാണ്. 6ാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6ാമത്തെ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെന്ന് ഓർക്കുന്നില്ലേ? ജീവൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അല്ലേ? പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് ടെക്സ്റ്റിലുണ്ട്. അത് നോക്കി നോട്ട്ബുക്കിലേക്ക് നന്നായിട്ട് എഴുതണം കേട്ടോ. നന്നായിട്ട് എഴുതുക മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെയാണോ ടീച്ചർ പറഞ്ഞേക്കുന്നത്? എഴുതി വെച്ചാൽ മാത്രം മതിയോ? എഴുതിയിട്ട് അതങ്ങ് അടച്ചു വെച്ചോളാനാണോ പറഞ്ഞേക്കുന്നത്? പിന്നെയോ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കണം അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ജീവൻ്റെ സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളാം. ജീവൻ്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ളവരോടും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും നമ്മുടെ അയൽക്കാരോടും നമ്മുടെ കൂട്ടുകാരോടും എല്ലാവരോടും പെരുമാറുമ്പോൾ ഈ ഒരു പ്രമാണം, ഓരോ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ ആ പ്രമാണത്തിൽ ഞാൻ എന്താണോ പഠിച്ചത് അതെൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വേണം ഞാൻ സമൂഹത്തിലായിരിക്കാൻ, ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവദാതാവായ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവൻ എന്ന ദാനം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ജീവൻ്റെ മഹത്വം പൂർണ്ണമായി തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു. ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നല്ല മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.